ഈ ലൈസൻസ് ഈ അഭിഭാഷകയുടെ പേരിൽ ആണ് എന്നതിൻ്റെ രേഖകൾ ആണ് ഇന്ന് ഞങ്ങൾ ന്യൂസ് 18-നുമായി പങ്കുവെക്കുന്നത്. NGO ഹെൽത്ത് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനം ആണ് അവിടെ പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള ഈ ഫൗണ്ടേഷന്റെ ലൈസൻസ് നിലവിൽ നിഷയുടെ പേരിൽ ആണ് എന്നതാണ് വ്യക്തമാകുന്നത്. ഇത്തരത്തിൽ ബിജു രാധാകൃഷ്ണന് കൃത്യമായ സംരക്ഷണം കൂടി ഒരുക്കുകയാണ് അഭിഭാഷകയായ നിഷ. ബിജു രാധാകൃഷ്ണൻ തൻ്റെ ജീവനക്കാരൻ ആണ് എന്ന് കൃത്യമായി തന്നെ നിഷ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ബിജുവിനെ സംരക്ഷിക്കുന്നത് നിഷ എന്ന കണ്ടെത്തലിലേക്ക് എത്തുമ്പോൾ ഈ തട്ടിപ്പിന്റെ വ്യാപ്തിയും ആഴവും വർദ്ധിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി MS അനീഷ് കുമാറാണ് കേരളത്തെ ഞെട്ടിക്കുന്ന ഈ വാർത്ത പുറത്തുവിട്ടത്. സോളാർ കേസിൽ തട്ടിപ്പുകാരനെന്ന് കണ്ടെത്തുകയും കുറ്റം സമ്മതിക്കുകയും അങ്ങനെ 6 വർഷത്തെ തടവിന് ശിക്ഷ വിധിക്കപ്പെടുകയും ചെയ്ത ബിജു രാധാകൃഷ്ണൻ പേര് മാറ്റി ബിജു ജോസഫ്, ബിജു വർഗീസ്, ബിജു പൗലോസ് എന്നിങ്ങനെ പലരുമായി ബന്ധപ്പെടുകയും കോടിക്കണക്കിന് രൂപ തട്ടിച്ചെടുക്കുകയും ചെയ്തു കഴിഞ്ഞു. എങ്ങനെയാണ് ബിജു രാധാകൃഷ്ണനെ പോലെ ഒരു തട്ടിപ്പുകാരന് ഇത്ര വലിയ ആത്മവിശ്വാസം നൽകിക്കൊണ്ട് ഈ തട്ടിപ്പുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്? പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ ബിജു രാധാകൃഷ്ണൻ ഈ തട്ടിപ്പുകാരോട്, തട്ടിപ്പിന്റെ ഭാഗമായി ഇരകളാക്കപ്പെട്ടവരോട് സൂചിപ്പിക്കുന്നത് താൻ ഉന്നത പദവികളിൽ ജോലി ചെയ്യുന്ന ആളാണ്, തനിക്ക് നിയമരംഗത്ത് അടക്കം വലിയ പരിജ്ഞാനമുണ്ട്, തൻ്റെ ഭാര്യയും നിയമജ്ഞയാണ് എന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണമാണ്. ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം നിഷയുമായി ഞങ്ങളുടെ പ്രതിനിധി MS അനീഷ് കുമാർ ബന്ധപ്പെടുകയുണ്ടായി. എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്ന് അറിയുന്നതിന് വേണ്ടിയായിരുന്നു നിഷയെ ബന്ധപ്പെട്ടത്. അപ്പോഴും നിഷയുടെ ഭാഗത്ത് നിന്ന് നിയമപരമായി ഈ വിഷയത്തെ നോക്കിക്കണ്ടുകൊള്ളാം, നിയമപരമായി ഇതിനെ നേരിട്ടുകൊള്ളാം എന്ന പ്രതികരണം ആയിരുന്നു ഉണ്ടായത്. നമുക്ക് ആദ്യം നിഷയുമായി അനീഷ് കുമാർ നടത്തിയ ആ ഫോൺ സംഭാഷണത്തിലേക്ക് പോകാം. ബിജു അദ്ദേഹത്തിന്റെ ആണെന്ന് പറഞ്ഞാണ് പല കാര്യങ്ങളും ക്ലെയിം ചെയ്തത്. അതൊന്നും എനിക്കറിയില്ല. സ്ഥാപനങ്ങൾ കൊച്ചിയിൽ എന്റെ പേരിൽ 3 സ്ഥാപനങ്ങളുണ്ട്. അത് ലീഗലായിട്ട് പോകുന്നതാണ്. അവിടെ അതിന് വേണ്ട സ്റ്റാഫുകളും ജോലി ചെയ്യാനും ഉണ്ട്. ബിജു രാധാകൃഷ്ണന് ഞാൻ അവിടെ ജോലി കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെയാണ് ബിജു രാധാകൃഷ്ണനെ സംരക്ഷിക്കുന്നത്. അത് ഞാൻ CBI വരെ പറഞ്ഞിട്ടുള്ളതാണ്. പുള്ളിനെ സംരക്ഷിക്കുന്നത് ഞാൻ തന്നെയാണ്. ബിജു അദ്ദേഹത്തിന്റെ ആണെന്ന് പറഞ്ഞാണ് പല കാര്യങ്ങളും ക്ലെയിം ചെയ്തത്. അതൊന്നും എനിക്കറിയില്ല. സ്ഥാപനങ്ങൾ കൊച്ചിയിൽ എന്റെ പേരിൽ 3 സ്ഥാപനങ്ങളുണ്ട്. അത് ലീഗലായിട്ട് പോകുന്നതാണ്. അവിടെ അതിന് വേണ്ട സ്റ്റാഫുകളും ജോലി ചെയ്യാനും ഉണ്ട്. ബിജു രാധാകൃഷ്ണന് ഞാൻ അവിടെ ജോലി കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെയാണ് ബിജു രാധാകൃഷ്ണനെ സംരക്ഷിക്കുന്നത്. അത് ഞാൻ CBI വരെ പറഞ്ഞിട്ടുള്ളതാണ്. പുള്ളിനെ സംരക്ഷിക്കുന്നത് ഞാൻ തന്നെയാണ്. യെസ്, ബിജു രാധാകൃഷ്ണനെ സംരക്ഷിക്കുന്നത് താൻ തന്നെയാണ് എന്നാണ് നിഷ പറയുന്നത്. നിഷയ്ക്ക് അവിടെ സ്ഥാപനമുണ്ട് എന്ന് നിഷ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത MS അനീഷ് കുമാറിലേക്ക് തന്നെയാണ് ആദ്യം പോകേണ്ടതായി വരുന്നത്. അതായത് കേരളം ഞെട്ടുന്ന തരത്തിലുള്ള തട്ടിപ്പിന്റെ പുതിയ രൂപവും ഭാവവുമാണ് നമുക്ക് ബിജു രാധാകൃഷ്ണനിലൂടെ കാണാൻ സാധിച്ചതെങ്കിൽ അനീഷ്, ബിജു രാധാകൃഷ്ണന് പിന്നിൽ ചിലർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു. അവരിലേക്ക് നമ്മൾ എത്തുന്നതേയുള്ളൂ. പക്ഷേ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്നത് ഈ അഭിഭാഷകയായ നിഷയാണല്ലോ. നമുക്ക് നിഷയുടെ ആ സംഭാഷണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നിഷയുടെ ഒരു പശ്ചാത്തലം എന്ത് എന്നത് സംബന്ധിച്ച ഒരു വ്യക്തതയിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അനീഷ്? തീർച്ചയായും ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകയാണ് നിഷ കെ പീറ്റർ. നിരവധി കേസുകളിൽ അവർ ഹാജരായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, പ്രമാദമായ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി മാർട്ടിനായി കോടതിയിൽ ഹാജരായ അഭിഭാഷകയാണ് അവർ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മാർട്ടിന് വേണ്ടിയുള്ള അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിൽ. ആ അപ്പീൽ ഫെബ്രുവരി മാസം പരിഗണിക്കാനായൊക്കെ മാറ്റിയിരിക്കുന്നു. അങ്ങനെ കാര്യമായി തന്നെ നിയമരംഗത്ത് നിൽക്കുന്ന ഒരു അഭിഭാഷകയാണ്. ഒപ്പം അവർക്കെതിരെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും കൊട്ടാരക്കര ഭാഗത്ത് കൊല്ലത്തൊരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇതേ തുടർന്ന് ബാർ കൗൺസിൽ അവരുടെ അംഗത്വം റദ്ദാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുകയും ആ അംഗത്വം പുനഃസ്ഥാപിക്കുകയും ചെയ്ത ഒരു സംഭവം കൂടി അടുത്ത കാലത്തായി ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് ഇത്തരം കളങ്കിതരായ ആളുകളോടൊപ്പം ചേർന്ന് സാമ്പത്തികപരമായ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്ന ഒരു ചരിത്രം അവർക്കുണ്ട് എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനുശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ബിജു രാധാകൃഷ്ണനൊപ്പം ചേർന്നാണ് ഈ ഒരു സാമ്രാജ്യം നടത്തിക്കൊണ്ടിരുന്നത്. ഞാനൊരു ഇടപാടുകാരനായി ഈ ട്രസ്റ്റ് ഭാരവാഹികളുമായി ഈ ബിജുവിൻ്റെ സ്ഥാപനത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ എല്ലാവരും പറഞ്ഞിരുന്നത് ഈ CEO
ബിജു രാധാകൃഷ്ണനാണ്, അല്ലെങ്കിൽ ബിജു സാറിൻ്റേതാണ് ഈ സ്ഥാപനങ്ങൾ, ബിജു ജോർജിൻ്റേതാണ് ഈ സ്ഥാപനം എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിരുന്നത്. ഒപ്പം ഒരു പങ്കാളിയായി ഈ ബിസിനസ്സിൽ പങ്കാളിയായി ഒരു അഭിഭാഷകയുണ്ട് എന്നും ആ സ്ഥാപനത്തിലുള്ള ആളുകൾ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു. ബിജു രാധാകൃഷ്ണൻ്റെ വാക്കുകളിലും ഒരു ഇത്തരത്തിൽ, അതായത് ഉയർന്ന രീതിയിലുള്ള നിയമപരിജ്ഞാനമുള്ള ആൾ തൻ്റെ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഈ ഇടപാടുകാരിൽ പലരോടും പറഞ്ഞിരുന്നത് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ഒക്കെ വലിയ ഒരു അഭിഭാഷകനാണ്, അതായത് മണിക്കൂറിന് ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്ന ഒരു അഭിഭാഷകനാണ് താൻ എന്ന് ബിജു പറഞ്ഞിരുന്നു. വക്കീലിൻ്റെ ഒരു എംബ്ലം പതിച്ച കാറിലായിരുന്നു ബിജുവിൻ്റെ സഞ്ചാരം. വാഹനത്തിലെപ്പോഴും ഈ അഭിഭാഷകരിടുന്ന തരത്തിലുള്ള കോട്ട്, കറുത്ത കോട്ടൊക്കെ ഇട്ടാണ് പലപ്പോഴും ആളുകളെ കാണാൻ പോയിരുന്നതും. അതുകൊണ്ട് നിയമരംഗവുമായി വലിയ ബന്ധമുണ്ട് എന്ന ഒരു അവകാശവാദം തന്നെയാണ് ബിജു നടത്തിയത്. ഈ വാർത്തകൾ വന്നതിന് പിന്നാലെ, അല്ലെങ്കിൽ ഈ വാർത്തകൾ വന്ന അന്തരീക്ഷത്തിൽ ഈ നിഷ കെ പീറ്റർ എന്നെ ബന്ധപ്പെടുകയും തൻ്റെ സ്ഥാപനങ്ങളാണ് എന്ന് അവകാശപ്പെടുകയുമാണ് ചെയ്തത്. പിന്നീട് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച രേഖകളിൽ നിന്നും നിഷ കെ പീറ്റർ തന്നെയാണ് ഈ 3 സ്ഥാപനങ്ങൾ, അതായത് പനമള്ളി നഗറിലെയും കാക്കനാട്ടെയും ഒപ്പം പ്രൊവിഡൻസ് റോഡിലെയും ഈ 3 സ്ഥാപനങ്ങളും അവരുടെ പേരിൽ തന്നെയാണ് ലൈസൻസ് എടുത്തിരിക്കുന്നത്. 2030 വരെ ആ ലൈസൻസ് കാലാവധി ഉണ്ട് എന്ന് ആ രേഖയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതിന് പിന്നാലെയാണ് നമ്മൾ ഇന്നലെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് തത്സമയ റിപ്പോർട്ടിങ്ങിനിടെ ഈ നിഷ കെ പീറ്ററിൻ്റെ പേര് ഒരു ഇടപാടുകാരിൽ പണം നഷ്ടപ്പെട്ട റിൽഷാദ് പറയുകയും ഈ പറഞ്ഞതിലെ നിജസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒരാൾ ഒരു ആരോപണം ഉന്നയിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാളെ നമുക്ക് പുകമറയിൽ നിർത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് നിഷ കെ പീറ്റർ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഈ 3 സ്ഥാപനങ്ങളും തൻ്റെയാണ്, തൻ്റെ പേരിലാണ് ഈ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബിജു രാധാകൃഷ്ണൻ ഈ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരനാണ്, ബിജുവിനെ സംരക്ഷിക്കുന്നത് താനാണ്, ബിജുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് താനാണ് എന്നവർ പറയുന്നു. ബിജു ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം പോകാൻ ഇടമില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ സംരക്ഷണം താൻ ഏറ്റെടുക്കുകയായിരുന്നു, തൻ്റെ ഒരു കക്ഷിയുടെ സംരക്ഷണം എന്ന രീതിയിൽ തന്നെ ഏറ്റെടുക്കുകയായിരുന്നു എന്നാണ് അവർ നമ്മളോട് പറയുന്നത്. ഒരുപാട് രോഗങ്ങളൊക്കെ ബിജുവിനുണ്ട്, അതുകൊണ്ട് ഓരോ മാസവും മരുന്ന് വാങ്ങാൻ തന്നെ വലിയ പണം താൻ ബിജുവിന് വേണ്ടി ചെലവഴിക്കുന്നു എന്നൊക്കെ പറയുകയും ചെയ്തു. എന്തായാലും കൊല്ലത്ത് വീടുള്ളയാളാണ് ബിജു രാധാകൃഷ്ണൻ. ആ വീട്ടിൽ കുടുംബത്തിൽ മറ്റ് ആളുകളുണ്ട്, അമ്മയടക്കം ആളുകളുണ്ട് എന്ന് നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഒരു മകനുണ്ടായിരുന്നു 2 വർഷം മുമ്പ്. ആ കുട്ടി 20 വയസ്സിന് മേൽ പ്രായമുള്ള കുട്ടി ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തി. അങ്ങനെയുള്ള ബിജുവാണ് സംരക്ഷിക്കാൻ ആളില്ല എന്ന പേരിൽ അഭിഭാഷക തന്നെ അയാളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു. തീർച്ചയായും അവിടെ അനീഷ ഈ സൂചിപ്പിക്കുന്ന പോലെ ബിജു രാധാകൃഷ്ണൻ നേരത്തെ തട്ടിപ്പ് കേസിൽ പ്രതിയാവുകയും ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ആൾ ആണ് എന്നത് നമുക്കറിയാം. ബിജു രാധാകൃഷ്ണന്റെ ആദ്യ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ വരികയും അങ്ങനെ കീഴ്ക്കോടതി ശിക്ഷിക്കുകയും ചെയ്തിട്ടുള്ള ആൾ ആണ് ബിജു രാധാകൃഷ്ണൻ എന്നതും നമുക്കറിയാം. ഒരു അഭിഭാഷക എന്ന നിലയിൽ സ്വാഭാവികമായും ഇത്തരം ആളുകൾക്ക് വേണ്ടിയൊക്കെ വാദിക്കുന്നത് അവരുടെ പ്രൊഫഷനാണ്. പിന്നീട് നമുക്കറിയാം ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ജീവിതത്തിലേക്ക് തിരികെ വരുന്നു, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുവെങ്കിൽ അവരെ കൈപിടിച്ചുയർത്തേണ്ടതും അനിവാര്യതയാണ്. പക്ഷേ ഇവിടെ നമ്മൾ പുറത്തുവിടുന്ന ഈ റിപ്പോർട്ട് എന്നത് അതേ സമാനമായ തരത്തിലുള്ള വലിയ തട്ടിപ്പിന് തന്നെ വീണ്ടും ബിജു രാധാകൃഷ്ണൻ കളം ഒരുക്കി എന്നതാണ്, പേരും രൂപവും ഭാവവും ഒക്കെ മാറ്റിക്കൊണ്ട്. അപ്പോൾ അവിടെയാണല്ലോ നിഷ ഇതിന് കൂട്ടുനിൽക്കുന്നത്. തൻ്റെ സ്ഥാപനമാണ്, തൻ്റെ ജീവനക്കാരനാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ തട്ടിപ്പ് സ്ഥാപനമാണോ നിഷ നടത്തുന്നത് എന്ന സംശയമല്ലേ ഉയരുന്നത്? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.